ഹായ് ഫ്രണ്ട്സ്, എന്താണ് ബ്രെയിൽ ലിപി, ബ്രെയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബ്രെയിൽ ലിപി കണ്ടുപിടിച്ചത് ലൂയി ബ്രെയിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. കാഴ്ചയില്ലാത്തവർക്ക് എഴുതുന്നതിനും വായിക്കുന്നതിനും വേണ്ടിയാണ് ബ്രെയിൽ ലിപി കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ജന്മന കാഴ്ചയുണ്ടായിരുന്നു. 3-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ബ്രെയിൽ എന്താണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ബ്രെയിൽ. ഇത് തുറന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിൽ ഓരോ സെല്ലുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതൊരു 27 വരി ബ്രെയിലാണ്. അങ്ങനെ പല സൈസിലുള്ള ബ്രെയിലുണ്ട്. 27 വരി ബ്രെയിലുണ്ട്, 10 വരിയുണ്ട്, 2 വരിയുണ്ട്, 4 വരിയുണ്ട്. അപ്പോൾ ഓരോ സെല്ലിലും ഇത് 6 ഡോട്ട്സ് വീതമാണ് നമുക്ക് ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ മോഡലിൽ അത് ഇടുന്ന സമയത്ത് അത് ഓരോ അക്ഷരങ്ങളായിട്ട് മാറും. അപ്പോൾ എല്ലാ അക്ഷരത്തിലും നമ്പേഴ്സ് പഠിച്ചു വെക്കണം. നമുക്ക് ഇതിലൊന്ന് എഴുതി നോക്കിയാലോ. ഞാൻ ഈ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് അടക്കാൻ പോവാണ് കേട്ടോ. 1 2 3 4 5 6. ഇതിൽ ശബ്ദമൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പേര് എഴുതി നോക്കുകയാണ്. എൻ്റെ പേര് എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 4 5. ഇത് ആ എന്നുള്ള അക്ഷരമാണ് കേട്ടോ. പിന്നെ 1 4 5 ദാ എന്നുള്ള അക്ഷരമാണ്. പിന്നെ 2 4 ഈ എന്നുള്ള അക്ഷരമാണ്. ഇപ്പോൾ ആദ്യം എന്നാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇത് വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ടേക്കാണ് ഇത് എഴുതുന്നത്. പക്ഷേ വായിക്കുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേപ്പറിൻ്റെ ഇവിടെയാണ് നമ്മൾ ഡോട്ട് ഇടുന്നെങ്കിലും ഇതിങ്ങനെ തിരിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഈ ഡോട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം എന്നാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതാണ് കേട്ടോ ഞാൻ എഴുതിയതിപ്പോൾ. ഇനി നമുക്ക് ബ്രെയിൽ ടെക്സ്റ്റ് ബുക്ക് എന്താണെന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഇതിൽ മൊത്തം ബ്രെയിൽ ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. കണ്ടോ, ഇത് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ഈ ഡോട്ട്സ് തൊട്ടിട്ടാണ് ഞങ്ങൾ ഈ പുസ്തകം വായിക്കുന്നത്.